ഫ്രണ്ട്സ്, നിങ്ങളിത് നോക്കൂ. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു പണി എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിന് കിട്ടുന്ന. ഇത് ശരിക്കും ഹാക്ക് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. സോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലെ ടെക്നിക്കലായിട്ടുള്ള ഇൻഫർമേഷനോ പ്രോഡക്റ്റിൻ്റെ റിവ്യൂവോ അങ്ങനത്തെ കാര്യങ്ങൾ വാട്സാപ്പ് ട്രിക്ക് അതൊന്നുമല്ല. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളെല്ലാ സബ്സ്ക്രൈബേഴ്സും നിങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. സോ എനിക്കിപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കാൻ വേണ്ടി ആണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങളെല്ലാവരും ടൈറ്റിലും തംബ്നെയിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് എൻ്റെ അക്കൗണ്ട് ഹാക്കായി. അതായത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഗൂഗിൾ അക്കൗണ്ട് ഹാക്കായിരിക്കുകയാണ്. സോ അത് എങ്ങനെയാണ് ഹാക്ക് ചെയ്തതെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഹാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഒരു കൺസെൻ്റ് ഇല്ലാണ്ട് നമ്മുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മെയിലിലോ എന്തിനെങ്കിലും നമ്മുടെ പാസ്വേഡ് കണ്ടുപിടിച്ച് അതിനകത്തേക്ക് കയറുക. എൻ്റെ ഒരു അക്കൗണ്ട് ഇതേപോലെ ഹാക്കായി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ട് ഹാക്കായ കാര്യം ഞാൻ അറിഞ്ഞത്, ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും അക്കൗണ്ട് ഇതേപോലെ ഹാക്കായിട്ടുണ്ടോ, ഇതൊക്കെ എങ്ങനെ അറിയാൻ സാധിക്കും, ഇതെല്ലാം ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. എൻ്റെ ഈ ഒരു അക്കൗണ്ട് ഹാക്കായി എന്ന് അറിഞ്ഞത് തന്നെ വളരെ എനിക്ക് പോലും എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞത്. അതായത് നിങ്ങൾ പലരും നമ്മുടെ ഈ ജിമെയിൽ അക്കൗണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ റിക്കവറി ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടിട്ടുണ്ടാവില്ല. അതായത് നിങ്ങളുടെ പാസ്വേഡ് എന്തെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും റിക്കവറി ഓപ്ഷൻസ് ഒക്കെ കൊടുക്കണം. അങ്ങനെ ഞാൻ റിക്കവറി ഓപ്ഷൻ കൊടുത്തിരുന്ന ഒരു ഇമെയിൽ ID വഴിയാണ് ഞാൻ എൻ്റെ ഒരു ഇമെയിൽ ID ഹാക്കായി എന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് ഇതെങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ സിസ്റ്റത്തിൽ മെയിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ടിത് മനസ്സിലാവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ട് ഹാക്കായതാണെന്ന് മനസ്സിലായെന്നുള്ള കാര്യം കാണിച്ചു തരാം. സോ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ ജിമെയിൽ. എൻ്റെ ജിമെയിൽ അക്കൗണ്ടിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 29 എൻ്റെ ജിമെയിൽ അക്കൗണ്ടിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 29 എനിക്കൊരു മെയിൽ വന്നായിരുന്നു. അതിൻ്റെ മെയിലിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്യൂരിറ്റി അലേർട്ട് ഫോർ യുവർ ലിങ്ക്ഡ് ഗൂഗിൾ അക്കൗണ്ട് എന്നാണ് നമ്മുടെ മെയിലിൻ്റെ ഹെഡിങ് വന്നത്. ഈ മെയിൽ എനിക്ക് വന്നിരിക്കുന്നത് ബുധനാഴ്ച ഏപ്രിൽ 29 രാവിലെ 8:04 AM സോ 8:04 AM ഞാൻ ഈ മെയിൽ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് എനിക്ക് ഈ സംഭവം അറിയാൻ കഴിഞ്ഞത്. സോ എനിക്ക് ഇതുവരെയും ക്രിട്ടിക്കൽ സെക്യൂരിറ്റി അലേർട്ട് ഫ്രം യുവർ ഗൂഗിൾ ലിങ്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നിരുന്നില്ല. സോ ആ മെയിലിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ മെയിൽ ID ഇപ്പോൾ ഹാക്കായിരിക്കുന്ന എൻ്റെ ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഞാനിപ്പോൾ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടല്ല, ഞാൻ ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു അക്കൗണ്ടാണ് ഇത്. എനിക്ക് തോന്നുന്നു ഞാനിത് ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ട്. അത് കുറേ നല്ല പഴക്കമുണ്ട് ഈ ഒരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുന്നേ ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ടാണ്. സോ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യാറില്ലാത്തൊരു അക്കൗണ്ടാണ്. ഞാൻ ലോഗിൻ ചെയ്തിട്ട് തന്നെ ഏകദേശം ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ടാവും. 2 വർഷം അല്ലെങ്കിൽ 1 വർഷം ആയിട്ടുണ്ടാവും ഞാൻ ഇതിലേക്ക് ലോഗിൻ ചെയ്തിട്ട്. പക്ഷേ ഞാൻ ഈ ഒരു ഇമെയിൽ ID ഞാൻ ലോഗിൻ ചെയ്ത സമയത്ത് എൻ്റെ ഇപ്പം യൂസ് ചെയ്യുന്ന ഇമെയിൽ ID ആണ് ഞാൻ റിക്കവറി ഇമെയിൽ ID ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. സോ അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാം സൈൻ ഇൻ അറ്റംപ്റ്റ് വാസ് ബ്ലോക്ക്ഡ് ഫ്രം യുവർ ലിങ്ക്ഡ് അക്കൗണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ അക്കൗണ്ടിൽ ഞാൻ ആ ലിങ്ക് ചെയ്തിരിക്കുന്ന പഴയ അക്കൗണ്ടിൽ ആരോ സൈൻ ഇൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു അൺഓതറൈസ്ഡ് ആളാണ് സൈൻ ഇൻ ചെയ്തത് എന്നുള്ളത് കൊണ്ട് ആ അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് എനിക്ക് എൻ്റെ റിക്കവറി മെയിലിൽ ഒരു മെയിൽ വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് ആക്ച്വലി ഹാക്കായി എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റിയത്. സോ ഞാൻ ഉടനെ തന്നെ ഇതിൽ നമ്മൾക്ക് ചെക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ടാകും. ഈ ചെക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ചെക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് സസ്പീഷ്യസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ബോക്സ് കാണും. സോ ഓൾറെഡി ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ പാസ്വേഡ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇതിലിങ്ങനെ യുവർ അക്കൗണ്ട് മൈറ്റ് സ്റ്റിൽ ബി അറ്റ് റിസ്ക്, യു ഹാവ് ഓൾറെഡി ചേഞ്ച് പാസ്വേഡ് എന്നൊക്കെ എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ചിലപ്പോൾ കുറച്ച് ക്ലിയർ ആയിരിക്കില്ല. എന്നാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബോക്സ് താഴെ കാണുന്ന ഈ ഒരു ബോക്സ് ഉണ്ടാവില്ല, ഈ ഒരു വലിയ ബോക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതിനകത്ത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും സസ്പീഷ്യസ് സൈൻ ഇൻ അറ്റംപ്റ്റ് വാസ് പ്രിവെൻറ്റഡ്, ഗൂഗിൾ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്മൺ ഹൂ നോസ് യുവർ പാസ്വേഡ്, അപ്പോൾ ഗൂഗിൾ പ്രിവെൻറ്റഡ് സമ്മൺ ഹൂ നോസ് യുവർ പാസ്വേഡ് ഫ്രം സൈനിങ് ഇൻ ടു യുവർ അക്കൗണ്ട്. ഇഫ് ഇറ്റ് വാസൻറ്റ് യു ഷുഡ് ചേഞ്ച് യുവർ പാസ്വേഡ് ഇമീഡിയറ്റ്ലി. സോ എൻ്റെ പാസ്വേഡ് അറിയാവുന്ന ഒരാൾ എൻ്റെ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സൈൻ ഇൻ ചെയ്തത് ഒരു സസ്പീഷ്യസ് സൈൻ ഇൻ ആയിട്ട് ഗൂഗിളിന് തോന്നിയത് കൊണ്ടാണ് ഗൂഗിൾ ആ ഒരു സൈൻ ഇൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഈ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ
ഫയർഫോക്സ് എന്ന് പറഞ്ഞ ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അതും ഏപ്രിൽ 29 രാവിലെ 7:34 AM ഈ ഒരു സൈൻ ഇൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. 7:34 AM ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടില്ല. സോ വേറെ ആരോ ആണ് സൈൻ ചെയ്തേക്കുന്നത്. ഇനി ഇതിൽ ലൊക്കേഷൻ കാണിക്കും. ഇതിൽ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹാഡോങ്, ഹനോയ്, വിയറ്റ്നാം. ഞാനൊന്ന് കൺട്രോൾ - അടിച്ചാൽ കുറച്ചുകൂടെ കാണാൻ പറ്റും. ഇല്ല, പറ്റില്ല. ഓക്കെ, സോ നിയർ ഹാൻഡോങ്, ഹനോയ്, വിയറ്റ്നാം. വിയറ്റ്നാം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. സോ വിയറ്റ്നാം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അടുത്തായിട്ട് ഇന്ത്യ വിട്ട് എങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ ഒരു സൈൻ ഇൻ സസ്പീഷ്യസ് ആയിട്ടുള്ള സൈൻ ഇൻ ആണെന്ന് അവർക്ക് മനസ്സിലായി. സോ സസ്പീഷ്യസ് ആയിട്ടുള്ള സൈൻ ഇൻ ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ ഒരു സൈൻ ഇൻ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ റിക്കവറി മെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഹാക്കിംഗ് ഇങ്ങനെ നടന്നെന്നും എൻ്റെ അക്കൗണ്ടിലേക്ക് ആരോ സൈൻ ഇൻ ചെയ്തു എന്നും അത് ഗൂഗിൾ പ്രിവെൻറ്റ് ചെയ്തതും ഇതെല്ലാം നമ്മുടെ റിക്കവറി മെയിൽ സെറ്റ് ചെയ്തിരുന്നതുകൊണ്ടാണ്. സോ ഞാനിത് സെറ്റ് ചെയ്തില്ല എങ്കിൽ ഞാൻ ഒരു കാര്യം അറിയേയില്ലായിരുന്നു. കൂടാതെ എൻ്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എടുക്കാനും പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ റിക്കവറി മെയിൽ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് നിങ്ങളൊരു റിക്കവറി മെയിൽ സെറ്റ് ചെയ്യുക. ആ മെയിലിൽ നിങ്ങൾ ഒഫീഷ്യലായിട്ടോ നിങ്ങൾ പേഴ്സണലായിട്ടോ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡികളെല്ലാം ലിങ്ക് ചെയ്ത് വയ്ക്കുക. കാരണം ഏതെങ്കിലും ഒരു മെയിലിൽ നിങ്ങൾക്ക് സസ്പീഷ്യസ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്കവറി മെയിൽ വഴിയായിരിക്കും നിങ്ങളെ അറിയിക്കുന്നത്. സോ അതെന്തായാലും വേണം. സോ വിയറ്റ്നാമിൽ നിന്നാണ് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ ഉടനെ തന്നെ അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പാസ്വേഡ് മാറ്റിയായിരുന്നു. ഈ ഹാക്ക് ചെയ്തിരിക്കുന്ന വ്യക്തി എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് സൈൻ ഇൻ ചെയ്ത ശേഷം ഒരു മണ്ടത്തരം കാണിച്ചു. പാസ്വേഡ് ചേഞ്ച് ചെയ്തില്ല. പാസ്വേഡ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ പഴയ പാസ്വേഡ് തന്നെയാണ് അതിലുള്ളതെന്നുള്ളതുകൊണ്ട് എനിക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് വേറെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റി. സോ ഞാൻ വേറൊരു പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ട് അയാൾ എവിടെയാണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗ് ഔട്ടായിട്ട് അയാളോട് വീണ്ടും പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ തിരിച്ച് അയാൾക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനും പറ്റില്ല. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് വന്നുകൊണ്ടാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ റിക്കവറി മെയിൽ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ ഏതാണോ, യൂസ് ചെയ്യുന്ന മെയിലിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്കൊരു ഗിയർ ഐക്കൺ കാണാം, സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട്. ആ സെറ്റിങ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു സെറ്റിങ്സ് കാണാൻ പറ്റും. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ അക്കൗണ്ട്സ് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് പാസ്വേഡ് റിക്കവറി ഓപ്ഷൻ, അതർ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിങ്സ്. ഇതിൽ നിങ്ങൾ അതർ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ അക്കൗണ്ടുള്ള എല്ലാ സെറ്റിങ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ടാബുണ്ട്. ആ സെക്യൂരിറ്റി ടാബിൽ ക്ലിക്ക് ചെയ്യാം. ആ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ആക്കിയിടുക. കാരണം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ളൊരു പാസ്വേഡ് വെച്ച് മാത്രമേ, അതായത് നിങ്ങളുടെ പാസ്വേഡ് കൂടാതെ ഫോണിൽ വരുന്നൊരു OTP വെച്ച് മാത്രമേ സൈൻ ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് റിക്കവറി ഫോൺ നമ്പറും പിന്നെ റിക്കവറി ഇമെയിൽ എന്നും പറഞ്ഞ് 2 ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റിക്കവറി ഫോൺ നമ്പർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ, പിന്നെ റിക്കവറി ഇമെയിൽ എന്ന് പറയുന്നത് വേറൊരു ഇമെയിൽ ഐ ഡിയും സെറ്റ് ചെയ്ത് വെക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇതേപോലെ നിങ്ങളുടെ ഒരു മെയിലിൽ എന്തെങ്കിലും ഇങ്ങനെ അനധികൃതമായിട്ട് ആരെങ്കിലും ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാനായിട്ട് നിങ്ങളുടെ റിക്കവറി മെയിലും കൂടെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഹാക്കായെങ്കിലും ഞാനത് റിക്കവർ ചെയ്തെടുത്തു. സോ എൻ്റെ ഡാറ്റ ഒന്നും തന്നെ നഷ്ടപ്പെട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് കുറേ നാളായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും അക്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാത്തൊരു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്യാതിരിക്കാതെ നിങ്ങളത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വയ്ക്കുക. കാരണം ലോഗിൻ ചെയ്യാത്ത അക്കൗണ്ടുകളെയാണെന്ന് തോന്നുന്നു ഈ ഒരു ഹാക്കർമാർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് നമ്മൾ അറിയില്ലല്ലോ, കാരണം നമ്മൾ ലോഗിൻ ചെയ്യാത്ത അക്കൗണ്ടാണ്. സോ അതിലെന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മളാരും അത് അറിയില്ല എന്നുള്ളതുകൊണ്ട് കുറേ നാൾ ലോഗിൻ ചെയ്യാത്ത അക്കൗണ്ടുകളൊക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ എത്രത്തോളം പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടൊക്കെ ഹാക്ക് ആക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും റിക്കവറി മെയിൽ, റിക്കവറി ഫോൺ നമ്പർ ഇതെല്ലാം തന്നെ നിങ്ങൾ കൊടുത്ത് വെക്കുക എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ചെയ്തത്.
സോ ഇത് നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.